വർഷം തോറും മഹാബലി തൻ്റെ പ്രജകളെ കാണാൻ കേരളത്തിലേക്ക് വരുന്നതും പ്രജകൾ ഓണാഘോഷം അതിഗംഭീരമായി നടത്തുന്നതും എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയിട്ട് വർഷങ്ങളേറെയായെങ്കിലും ഈ വരവേൽപ്പിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഓരോ വർഷവും അതിഗംഭീരമായിട്ടാണ് എല്ലായിടത്തും ഓണാഘോഷ പരിപാടികൾ നടക്കുന്നത്. പ്രത്യേകിച്ചും മറുനാടൻ മലയാളികൾക്ക്, ഒന്നുകൂടി പറഞ്ഞാൽ ബാംഗ്ലൂർ മലയാളികൾക്ക് ഓണം ഒരു വികാരമാണ്, ഗൃഹാതുരത്വത്തിൻ്റെ. ഇതെല്ലാം കണ്ട് സ്വർഗത്തിൽ ദേവന്മാർക്ക് സ്വാഭാവികമായും അസൂയമൂത്തു. എങ്ങനെയും മഹാബലിയെ കേരളത്തിൽ പോയി ഓണം ആഘോഷിക്കുന്നത് മുടക്കണമെന്ന് അവർ തീരുമാനിച്ചു. അതിനായി അവർ മഹാബലിയെ സ്വർഗത്തിലേക്ക് ക്ഷണിച്ചു. ചതിയറിയാതെ മഹാബലി സ്വർഗത്തിലെത്തുന്നു. ഇതാ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ദേ മാവേലി അക്രോപോളിസിൽ പാർട്ട് 2. ദേ വന്നല്ലോ വനമാല. വന്നാലും മഹാബലി തിരുമനസേ, സ്വർഗലോകത്തിലേക്ക് അങ്ങേക്ക് സ്വാഗതം. യാത്രയൊക്കെ സുഖമായിരുന്നു തിരുമനസ്? യാത്രയൊക്കെ സുഖമായിരുന്നു, പക്ഷെ നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും വേഗം കഴിക്കാൻ കിട്ടുമോ? മാവേലി ഒന്ന് പോയി ഫ്രഷായി വരുമ്പോഴേക്കും ഇവിടെ എല്ലാം റെഡി ആയിരിക്കും. ഓ, അങ്ങനെ ആവട്ടെ. എന്നാൽ കുട്ടയുടെ വിചാരം മാത്രമേ ഉള്ളൂ പുള്ളിക്ക്. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും വിൽക്ക്. ചെമ്പാവ് പുന്നില്ലിൻ ചോറോ, നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ. മുളകരച്ചൊരുക്കിയ പരൽ മീനിൻ കറി കൂട്ടിട്ടെരിവ് കൊണ്ടിടം കണ്ണ് തുടിച്ചവനേ. ഹാവൂ, കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഒരു സുഖം. അങ്ങേക്ക് വേണ്ടി വിഭവസമൃദ്ധമായ സദ്യ തന്നെ റെഡിയാണ്. വന്നാലും സദ്യക്കൊപ്പം അടിപൊളി ഡാൻസും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മാവേലി ഇരുന്നാലും. വരുണ, നർത്തകിമാരെ വിളിച്ചോളൂ. ഓക്കെ പ്രഭു. അപ്സരസുകളുടെ റാണി ഉർവശിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. സുന്ദരിയേവാ, വെണ്ണിലവേവാ, എൻ ജീവതാളം നീ പ്രണയിനി. മാന്യ സദസ്സിന് വന്ദനം. അടുത്തതായി സ്വാഗതം ചെയ്യുന്നു സ്വർഗലോക സുന്ദരി രംഭ. സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗലം. സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗലം. ഗുഡ് ഈവനിങ് എവ്രിവൺ. നെക്സ്റ്റ് വി ആർ ഇൻട്രൊഡ്യൂസിംഗ് മേനക. നാണിക്കാതെ കടന്നു വരൂ മേനകെ. സുന്ദരിയേ സുന്ദരിയേ, ചെന്തമിഴിൽ പെൺകോടിയേ. എല്ലാവർക്കും നമസ്കാരം. നാം എന്തായി കാണുന്നത്? അപ്സരസുകൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണോ വസ്ത്രം ധരിക്കുന്നത്? ഓ, തന്തവൈബ് തന്തവൈബ്. വരുണ, എന്നാൽ തുടങ്ങിക്കോളൂ. വെയിറ്റ്, വേർ ഈസ് തിലോത്തമ? തിലോത്തമ ഇന്ന് ലീവാണ്. ക്ലയന്റ് വിസിറ്റ് ഉള്ള ദിവസവും ലീവോ? ഈയിടെയായി അവൾ കുറെ അധികം ലീവ് എടുക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ സാലറി കട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞേക്ക്. ഓക്കെ, പറയാം. എന്നാൽ ഇനി ഡാൻസ് തുടങ്ങാം അല്ലേ?
ബേഷ്, അതിമനോഹരം. ഇനി ഭൂമിയിൽ പോയിട്ട് എത്ര സുന്ദരിമാരുടെ നൃത്തം കാണേണ്ടതാണ് ഞാൻ. അയ്യോ, എന്താ എനിക്ക് സംഭവിക്കുന്നത്? വല്ലാതെ തലകറങ്ങുന്നല്ലോ. മാവേലി വീണടാ, ഇത് തന്നെ തക്കം. വേഗം ഒരു കുപ്പി എടുക്ക്. അയവ ഭൂമി സുന്ദരി, അതൊന്ന് കാണണം. കയറ്റടാ കുപ്പിയിൽ. ഇനി മാവേലി ഓണാഘോഷത്തിന് പോകുന്നത് ഒന്ന് കാണണം. എടാ വരുണ, നീ എന്ത് പണിയാണ് ചെയ്തത്? ആ കുപ്പി കാണാനില്ലല്ലോ. നീ വേഗം തപ്പിപ്പിടിച്ചോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തും. അയ്യോ, ഞാൻ കണ്ട് കുപ്പി ഭൂമിയിലോട്ടാണ് വീഴുന്നത്. ഇത്രയും ഉയരത്തിൽ നിന്ന് ആ കുപ്പി വീണാ എന്റെ മാവേലി ചത്ത് ഉറപ്പ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? സംഭവിച്ചത് സംഭവിച്ചു. നമ്മുടെ വായുദേവൻ ഭൂമിയിലേക്ക് ടൂർ പോയിരിക്കുകയല്ലേ. നീ അങ്ങേരെ ഒരു വാട്സപ്പ് കോളിൽ വിളിച്ച് തപ്പാൻ പറയൂ. ഓക്കെ, അത് ഗുഡ് ഐഡിയ. എന്നാ ശരി, എന്തെങ്കിലും വിവരം കിട്ടിയാൽ എത്രയും വേഗം അറിയിക്കണേ. സ്വർഗത്തിൽ നിന്ന് വീണ കുപ്പി മാവേലിയുടെ ഭാഗ്യം കൊണ്ടോ അതോ മലയാളിയുടെ ഭാഗ്യം കൊണ്ടോ വന്ന് പതിച്ചത് ഗാർഡൻ സിറ്റിയിലെ ഒരു വേസ്റ്റ് കുമ്പാരത്തിൻ്റെ മുകളിലാണ്. അതുകൊണ്ട് ചന്ദ്രയാൻ 3 മൂണിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തതുപോലെ മാവേലിയും കുപ്പിയും ഭൂമിയിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തു. ശേഷം ഭൂമിയിൽ. മാനം മേലെ താരങ്ങൾ ചിമ്മി ചിമ്മി കത്തുമ്പോൾ ഇരുട്ടിലെ തെമ്മാടിക്കൂത്തിൽ തുടിക്കുമീ തപ്പ് താളങ്ങൾ. മരങ്ങൾ ഭാരം, മരത്തിൽ ചിലകൾ ഭാരം, ചിലയിൽ കൂടൊരു ഭാരം, കൂടൊഴിഞ്ഞ പക്ഷികൾ, പക്ഷിക്ക് ചിറകു ഭാരം, ചിറകിൽ തൂവലും ഭാരം, തൂവലോ കാറ്റിലും ഭാരം, കാറ്റിലാടും കോലങ്ങൾ. പാൽനിലാവിനും ഒരു നൊമ്പരം. നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. ശരി, എന്നാ വാ. എടാ കന്നാസേ, നമ്മൾ എത്ര നാളായിടാ ഇങ്ങനെ രാവും പകലുമില്ലാതെ വേഷത്തിൽ ജീവിക്കുന്നു? നമുക്കൊരു നല്ല കാലം വരുമോ? അതാ ഞാനും ആലോചിക്കുന്നത്. നമ്മുടെ ജീവിതം ഇങ്ങനെ തീരുമെന്നാ തോന്നുന്നേ. എടാ കടലാസേ, നോക്കടാ, നല്ല ഭംഗിയുള്ളൊരു കുപ്പി. നോക്കട്ടെ. ഞാൻ ആദ്യം നോക്കട്ടെ. നമുക്ക് ഒരുമിച്ച് നോക്കാമെന്നേ. ഇതിന് നല്ല ഭാരമുണ്ടല്ലോ. ശരിയാണല്ലോ. ചിലപ്പോൾ നല്ല വിലപിടിച്ച വല്ല സാധനവും ഉള്ളിൽ കാണുമായിരിക്കും. അത് തന്നെ, നമുക്ക് തുറന്നു നോക്കാം. മാവേലി, അങ്ങ് ഇവിടെ എങ്ങനെ? ഹലോ. ഗുണ്ടകളാ? ഇടിക്കോ? ലുക്ക് മാത്രമേ ഉള്ളൂ മാവേലി, ഞങ്ങളൊക്കെ പാവങ്ങളാ. എങ്ങനെ ഇവിടെ എത്തി മാവേലി? ബ്രോസ്, ചതികൾ ഏറ്റുവാങ്ങാൻ മാവേലിയുടെ ജീവിതം ഇനിയും ബാക്കി. നിങ്ങളാണ് എന്നെ ഈ കുപ്പിയിൽ നിന്ന് രക്ഷിച്ചത്. നിങ്ങളുടെ ഏതാഗ്രഹവും ഞാൻ സാധിച്ചു തരും. എന്തും തരുമോ? ഓ യെസ്, എന്തും തരും. നല്ല വിശപ്പ്. എന്നാ പിന്നെ എനിക്കൊരു പിസ്സ. നിനക്കോ കടലാസേ? എനിക്കും വിശക്കുന്നുണ്ട്. എനിക്ക് ഒരു ബർഗർ മതി. എന്ത്? പശയും വിറകോ? ഇതൊക്കെയാണോ പാവങ്ങൾ നിങ്ങൾ കഴിക്കുന്നത്? അല്ല മാവേലി, പിസ്സ വട്ടത്തില് പീസ് പീസായിട്ടുള്ള. മാവേലിക്ക് സാമ്പാറും ചോറും മാത്രമേ അറിയൂ അല്ലേ? ഓക്കെ.
ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ ഫോൺ താ, ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്യാം. ഞങ്ങളുടെ കയ്യിൽ ഫോൺ എവിടുന്നാ മാവേലി? അയ്യേ, എന്നാൽ ആദ്യം നിങ്ങൾ രണ്ടുപേരും ഓരോ ഫോൺ പിടിക്കൂ. ഇതില്ലാതെ ഈ കാലത്ത് ജീവിക്കാൻ പറ്റത്തില്ല. ഇതാ മാവേലി, ഓർഡർ ചെയ്തോളൂ. ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്, 10 മിനിറ്റിൽ വരും. ആഹാ, അതെ, ഇവിടെ സ്വിഗ്ഗി ആണോ സൊമാറ്റോ ആണോ ലാഭം? ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, എന്ത് കിട്ടിയാലും ലാഭം തന്നെ. ഓർഡർ വന്നല്ലോ. നല്ല ടേസ്റ്റ്. എത്ര നാളായി ഇതൊക്കെ തിന്നാൻ കുതിച്ചിരിക്കുന്നു. ഇതുവരെ ഇതിന്റെ പാക്കറ്റ്സ് വേസ്റ്റിന്റെ ഇടയിലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. കൊള്ളാം, നല്ല രുചി. ഭക്ഷണം കിട്ടിയപ്പോൾ ഇങ്ങനെ ഒരാൾ ഇവിടെയുണ്ടെന്ന് മറന്നോ? എനിക്കും താ ബ്രോസ് ഒരു പീസ്. ഇതാ മാവേലി. കൊള്ളാലോ, യമ്മി. ദേ, ആ കാണുന്ന അപ്പാർട്ട്മെന്റ് കണ്ടോ? ശ്രീസായി അക്രോപോളിസ്. ഞങ്ങളാണ് അവിടുത്തെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത്. കഴിഞ്ഞ ഓണാഘോഷത്തിന് ഞങ്ങൾ അവിടെ പോയിരുന്നു. മാവേലി മാവേലി മാവേലി, ഒരു കാര്യം. ഒരാൾ അവന്റെ ദുരന്തം പറയുമ്പോൾ എന്ത് ദുരന്താണ് നീ? എന്താ നീ പറ. എന്ത് രസമാണെന്നറിയുമോ അവിടുത്തെ ഓണാഘോഷവും ഒത്തൊരുമയും ഒക്കെ. അവിടെ ഞങ്ങൾക്കും ഒരു ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ നന്നായിരുന്നു. അതിനെന്താ കൂട്ടുകാരെ, തദാസ്തു. ഇന്നിവിടെ ഓണാഘോഷം നടക്കുകയാണ്. വന്നേ വന്നോണം കൂടാനേ, ആകെ കളറാണ് കൂളാണ്. ആന്നെ പൊന്നോണം മൂടാനേ, വേറെ ലെവലാണ് വൈബാണ്. பாரு நீங்க யாரு நாங்க யாரு கேட்டு பாரு, எல்லோரும் இங்க ஒன்று நம்ம போன சூப்பரு. வனாட்டை வட்டமிட்டு பாட்டு கேட்டு கூட்டுக்கிட்டு தன்னாட்டை கூத்து குத்து உணங்குது. ഈ ഫ്ലാറ്റ് എനിക്കാണോ? ഇതാണോ എന്റെ ഫ്ലാറ്റ്? നിങ്ങൾക്ക് തന്നെ. നിങ്ങളെ കാണാൻ മാവേലി ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പിൽ മാവേലി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എൻ്റെ കഴിവുകൾ ഇനിയും കുറെ നിങ്ങൾ അറിയാനുണ്ട് അനിയന്മാരെ. ചോദിക്ക്, ഇനി എന്താ വേണ്ടത് നിങ്ങൾക്ക്? മാവേലി, വീടൊക്കെ ആയി, ഇനിയും ഞങ്ങൾക്ക് സുന്ദരിമാരെ ഭാര്യമാരെ തരുമോ? അതിനെന്താ കൂട്ടുകാരെ, തദാസ്തു. ഇനി മാവേലി ഒന്ന് കണ്ണടച്ചേക്ക്, ഞങ്ങളൊന്ന് അടിച്ചു പൊളിച്ചിട്ട് വരാം. നിങ്ങൾ പോയി തകർക്കട മക്കളെ. അപ്പൊ ശരി, ഞങ്ങൾ പോയിട്ട് വരാം. സി യു, ബൈ ബൈ. ബൈ. നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പ ഗന്ധർവ ലോകത്തിലോ, ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ, നാദങ്ങളോ ദേവരാഗങ്ങളോ. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ, സങ്കൽപ്പ ഗന്ധർവ ലോകത്തിലോ, ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ, നാദങ്ങളോ ദേവരാഗങ്ങളോ. Mama walisema nami sikuwasikiza, sasa na mimi niko hatarini, nitafanyaje? Na wazazi wangu sasa wako mbali sana. മാവേലി, ഡാൻസ് കളിച്ച് ക്ഷീണിച്ചു. ദാഹം മാറ്റാൻ 2 എണ്ണം അടിച്ചാലോ? നിങ്ങൾ എന്തടിക്കുന്ന കാര്യമാണ് പറയുന്നത്? ഒരു ജോണി വാക്കർ ആയാലോ? അമ്പടെ പൊളിസു. എന്നിട്ട് വേണം നിങ്ങൾക്ക് എന്നെ ജോണി വാക്കർ കുപ്പിയിൽ കയറ്റാല്ലേ? നിങ്ങളങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണല്ലോ. നിർത്ത്. പൂച്ചയെ പറ്റി ഒരു അക്ഷരം മിണ്ടിപ്പോയക്കരുത് ഇവിടെ. അതെന്താ? ഈ പൂച്ചകളെ കൊണ്ട് ഇവിടെ വലിയ ശല്യമായേക്കുവാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, മദ്യപാനം ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. വേണമെങ്കിൽ ജോണി വാക്കർ സിനിമയിൽ ഒരു സോങ് ഇട്ട് തരാം. ഓക്കെ.
പാട്ടെങ്കിൽ പാട്ട്. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റല്ലേ? ഞാൻ കുറച്ച് ഡാൻസേഴ്സിനെ കൊണ്ടുവരാം, എന്നാലേ അങ്ങ് കളറാവത്തുള്ളൂ. ഉർവശി, നിങ്ങൾ എൻ്റെ വാട്സപ്പ് മെസ്സേജ് കണ്ടില്ലേ? ഞാനൊരു ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 3 പേരും ഉടനെ ഇങ്ങ് പോന്നോളൂ. അതിനെന്താ, ഞങ്ങൾ വരാലോ. അതെ, ഇന്ദ്രനും വരണമെന്നും അറിയണ്ട. La 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 oh la 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 ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊണ്ടുവാ കൊമ്പെട് കുറുങ്കുഴൽ കൊട് തപ്പെട് തകിൽപ്പുറം കൊട് നഗരതീരങ്ങളിൽ ലഹരിയിൽ കുതിരവേ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊണ്ടുവാ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊണ്ടുവാ. ഈ ബാംഗ്ലൂരിലെ ട്രാഫിക് ജാം കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല മാവേലി. അതുകൊണ്ട് ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഒരു ഡ്രോൺ തരാമോ? അതൊന്നും പറ്റത്തില്ല ബ്രോസ്. പണ്ട് എന്നെ ഒരു ഡ്രോണിൽ കയറ്റി എൻ്റെ നട്ടലൊടിച്ചതാണ്. അത് റിസ്ക് ആണ്. ഓപ്ഷൻ 2 വല്ലതുണ്ടോ? മാവേലി, ഇവിടെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ ഒരുത്തനുണ്ട്. ഇതുവരെ ഒരു പരിപാടിക്കും സ്റ്റേജിൽ കയറാത്ത ഒരുത്തൻ. അവനെ സ്റ്റേജിൽ കയറ്റി ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റുമോ? അതാരാ? അതൊരു മോനാ. അവൻ ആരാ മോൻ? എൻ്റെ അമ്മേ, ഇവനോ? അതെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഡ്രോൺ ഉണ്ടല്ലോ, അതിന് ഏത് കളറാ വേണ്ടേ? ഇതെന്താ ബോബനും മോളിയിലെ പട്ടിയാണോ പിന്നാലെ നടക്കാൻ? സാർ എന്താ നോക്കുന്നേ? ചാക്കോ, നമ്മളോട് എന്തിനാ വരാൻ പറഞ്ഞത്? അപ്പോഴേക്കും മറന്നോ? ഒന്നുകൂടെ പറഞ്ഞു തരാം. സ്വർഗത്തിൽ നിന്ന് മാവേലിയെ പൂട്ടി വച്ചിരിക്കുന്ന ഒരു കുപ്പി ഭൂമിയിലേക്ക് വീണിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാനല്ലേ നമ്മളിവിടെ വന്നത്. അത് വല്ല ന്യൂസ് പേപ്പറിൽ കൊടുത്താൽ 2 ദിവസത്തിനകം തിരിച്ചു കിട്ടിയാനല്ലോ. അതുപോട്ടെ, ഈ കാണാതായ കുപ്പിയുടെ വല്ല ഫോട്ടോ ഉണ്ടോ? ഫോട്ടോ വരുണൻ വാട്സപ്പിൽ അയച്ചിരുന്നു. ഞാനത് നോക്കി ഒരു ഡമ്മി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ. ഈ പാട്ട അച്ചാർ കുപ്പിക്കാണോ നമ്മൾ ഈ മെനക്കെടുന്നത്? പോട്ടെ, നമ്മൾ അതും കണ്ടുപിടിച്ച് കൊടുക്കും. ചാക്കോ, ടേക്ക് ദ ഡമ്മി. ഡമ്മി ഇട്ട് നോക്കാം. എന്താ ചാക്കോ, ദേവലോകത്തുനിന്ന് വീണ കുപ്പിയല്ലേ, ഒന്ന് ആഞ്ഞെറിയൂ. ഓക്കെ ബോസ്. ചാക്കോ, നോട്ട് ദ പോയിന്റ്. നമ്മൾ ഡമ്മി ഇട്ടാൽ ഏകദേശം ഈ ഭാഗത്തേ വീഴൂ. അപ്പോൾ ദേവലോകത്തു നിന്ന് വീണാൽ നമ്മുടെ ഈ ഫോർമുല പ്രകാരം ഇവിടെ വീണ് ബൗൺസ് ചെയ്ത് 150 മീറ്ററെങ്കിലും മാറിയേ വീഴൂ. അത് കറക്റ്റ്. എന്നാൽ നമുക്ക് ആ ഭാഗത്ത് പോയി നോക്കിയാലോ? ഫോളോ മീ. നിങ്ങളാണോ ഇവിടെ വേസ്റ്റ് എടുക്കുന്ന ആള്? സാറേ, ഞാൻ ഇവിടെ പുതിയ ആളാണ്. ഇവിടെ സ്ഥിരമായി എടുത്തിരുന്ന 2 പേർക്ക് എന്തോ നിധി കിട്ടിയിട്ടുണ്ടെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അവരിപ്പോൾ എവിടെ കാണും? സാറേ, അവരിപ്പോൾ വലിയ സെറ്റപ്പിലാണ്. 3 ഏക്കർ ഫ്ലാറ്റുകളൊക്കെ ഉണ്ട് അവർക്ക്. താങ്ക് യു. ചാക്കോ, 2നെയും പൊക്കിയേക്ക്. നിങ്ങളാണോ കന്നാസ് ആൻഡ് കടലാസ്? അതെ സാർ. നിങ്ങൾ ആ കുപ്പി എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്? ഞങ്ങൾക്കൊന്നും അറിയത്തില്ല സാറേ. അറിയില്ലെങ്കിൽ ഒന്നുകൂടി തെളിച്ചു പറയാം. സ്വർഗരാജ്യത്തു നിന്ന് വീണ മാവേലിയുടെ കുപ്പി എവിടെ? ഞങ്ങൾക്ക് അത് ഇവിടെ ഉണ്ടെന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒന്നും ഒളിക്കണ്ട. ചാക്കോ, ടേക്ക് ദ പേപ്പർ. ഇതാ. ചാക്കോ, ഇതെന്താണ് നോട്ട് ദ പോയിന്റ്, നോട്ട് ദ പോയിന്റ്, നോട്ട് ദ പോയിന്റ് എന്ന് 3 വട്ടം എഴുതി വെച്ചിരിക്കുന്നത്? സാറ് 3 പ്രാവശ്യം പറഞ്ഞിരുന്നു നോട്ട് ദ പോയിന്റ് എന്ന്.
ഓ, എന്നെ അങ്ങ് കൊല്ല്. ചാക്കോ, നല്ല സാമ്പാറിന്റെ മണം വരുന്നുണ്ടല്ലോ. ഇതല്ലേ സ്വർഗരാജ്യത്ത് നിന്ന് വന്ന കുപ്പി? അല്ലല്ല, ഇത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയ കുപ്പിയാണ്. നിങ്ങൾ സത്യം പറയില്ല അല്ലേ? എന്നാൽ ഞാനൊരു സത്യം പറയാം. ഞാനാണ് വായുദേവൻ. മണം പിടിക്കാൻ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കണ്ടില്ലേ എത്ര ഈസി ആയിട്ടാണ് മാവേലിയുടെ സാമ്പാർ മണമുള്ള കുപ്പി ഞാൻ കണ്ടുപിടിച്ചത്. യെസ്, ഹേ വായുദേവ, എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നു രക്ഷപ്പെടുത്തൂ. സ്വർഗത്തിലേക്ക് തിരിച്ചു വരാൻ ഞാൻ റെഡിയാണ്. അങ്ങനെ പറയരുത് മാവേലി. നിങ്ങളില്ലാത്ത ഓണം പഞ്ചസാരയില്ലാത്ത പായസം പോലെയാണ് ഇവിടുത്തെ പ്രജകൾക്ക്. ആയിക്കോട്ടെ, പക്ഷേ അടുത്ത തവണ എന്നെ അച്ചാർ കുപ്പിയിലിട്ട് അയക്കരുത്. ഒരു സൂട്ട് കേസിലാണെങ്കിലും തിരക്കേടില്ലായിരുന്നു. തഥാസ്തു. മാവേലി പോകുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് ഒരു അവസാനത്തെ ആഗ്രഹം കൂടി. എന്റെ അമ്മേ, നിങ്ങളുടെ ആഗ്രഹത്തിന് ഒരു അവസാനമില്ലല്ലോ. എന്തെങ്കിലും ആവട്ടെ, പറ. ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ മെയിൻ്റെനൻസ് കാശ് കൂടി ഒന്ന് അടയ്ക്കാൻ പറ്റുമോ? അയ്യോ, നിങ്ങളുടെ കല്യാണത്തിന്റെയും ഫ്ലാറ്റിന്റെയും EMI അടച്ചു. ഇപ്പോൾ തന്നെ ഞാൻ പാപ്പരായിരിക്കുകയാണ്. എൻ്റെ SBI ലോൺ നിങ്ങൾ അടക്കുവോ? സ്വർഗത്തിലും SBI ബാങ്കോ? യെസ്, സ്വർഗ ബാങ്ക് ഓഫ് ഇന്ദ്രൻസ്. എന്തായാലും നിങ്ങൾ അവസാനത്തെ ആഗ്രഹമല്ലേ? തദാസ്തു. നമ്മൾ വെറുതെ പാവം മാവേലിയോട് അസൂയ കാണിക്കേണ്ട ഒരു കാര്യവുമില്ല, അല്ലേ? ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത പാവം മാവേലിയോട് നമുക്ക് ക്ഷമ ചോദിക്കണം. ആദ്യം അങ്ങ് നന്നാവും, എന്നിട്ട് മതി സ്വയം നന്നാക്കൽ. വാ വരുണ, റെഡിയാകൂ. നമുക്കും ഭൂമിയിൽ പോയി കുറച്ചു നേരം മാവേലിയുടെ കൂടെ ഓണം ആഘോഷിക്കാം.